സ്ലിഹ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 12-ാം വാക്യം. ഇതാ എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്വർഗത്തിന് പറയാനുള്ളത് സ്നേഹിക്കണമെന്ന് മാത്രമാണ്. സ്വർഗത്തിന് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ. സ്നേഹമുള്ളവരെ, ആ സ്നേഹം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് എന്താ? സ്നേഹത്തിന് വിലയിടുന്ന നമുക്ക് ഈ ഒരു രഹസ്യം മനസ്സിലാവണം. സ്നേഹമുള്ളവരെ, സ്വർഗം പറയുക സ്നേഹിക്കണമെന്ന്. ഈ ഒരു സ്നേഹം നൽകാനാണ് ഈശോ നമ്മളിലേക്ക് കടന്നു വന്നത്. അവൻ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു, മകനെ നൽകി സ്നേഹിക്കുക. ആർക്കാണ് മകനെ പങ്കുവെക്കാൻ പറ്റുക? അത്രമാത്രം മകനോളം മകനപ്പുറം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് മകനെപ്പോലും പങ്കുവെക്കുന്നത്. നമ്മളാരെങ്കിലും നമ്മുടെ മകന് ഒരു നോവ് വരുന്നത് സഹിക്കാൻ പറ്റുമോ? ഒരു മുറിവ് വരുന്നത് സഹിക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു രോഗം വരുന്നത് അപ്പനമ്മമാർക്ക് സഹിക്കാൻ പറ്റുമോ? ഇവിടെ സ്വർഗത്തിലെ അപ്പം പറയുക, ഞാൻ എൻ്റെ മകനെ നിങ്ങൾക്ക് നൽകുകയാണ്. അങ്ങനെ നൽകി സ്നേഹിച്ചതാ. മകനെ നൽകി സ്നേഹിച്ചെങ്കിൽ ലോകത്തോടുള്ള നിന്നോടുള്ള സ്നേഹത്തിൻ്റെ വലിപ്പം നിനക്ക് വിവരിക്കാൻ പറ്റുമോ? അത്രമാത്രം വലിയ സ്നേഹമാണ് സ്വർഗം നമുക്കായി തരുന്നത്. സ്വർഗം നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹമുള്ളവരെ, ഇന്ന് കണ്ടുമുട്ടുന്നവർക്കെല്ലാം ഈ സ്നേഹം പങ്കുവയ്ക്കാൻ പറ്റണം. സ്നേഹത്തിൻ്റെ ഔദാര്യ ജീവിതമാവണം നമ്മുടേത്. നമ്മുടെ സംസാരം സ്നേഹത്തിൽ ലയിച്ചതാവട്ടെ. നമ്മുടെ നോട്ടം, നമ്മുടെ സമീപനം, നമ്മുടെ കാഴ്ചപ്പാടുകൾ, നമ്മുടെ സ്പർശനം, നമ്മുടെ സാമീപ്യം, ഇതെല്ലാം സ്നേഹത്തിൽ ചാലിച്ചതാവട്ടെ. ഇന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ചേർന്നതാവട്ടെ. അപ്പോൾ എന്തറിയുമോ, സ്വർഗം ഒരുപാട് സന്തോഷിക്കും. ഈ ജീവിതത്തെ ഓർത്ത് സ്വർഗം നിന്നെ സ്നേഹിച്ചതിൻ്റെ ആ വലിയ നന്മ പങ്കുവെക്കുന്ന ജീവിതമാണ് എൻ്റേത് എന്ന് സ്വർഗം ഓർത്തെടുക്കാനും സ്വർഗം നിന്നെ സ്നേഹിക്കാനും സ്വർഗത്തിൻ്റെ ആ സ്നേഹം നിന്നിൽ ഇരട്ടിയാക്കാനും വർദ്ധിപ്പിക്കാനും അത് സഹായിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.